സംസ്ഥാന സർക്കാർ ഏതെങ്കിലും കരാറിൽ ഒപ്പുവെച്ച അതിന്റെ അറ്റവും മൂലയും ഒക്കെ എടുത്ത് പൊക്കിക്കൊണ്ടുവന്ന് അതിനെ വ്യാഖ്യാനിക്കാനും വക്രീകരിക്കാനും അത് പൊളിയുമ്പോൾ വീണ്ടും അടുത്തത് പൊക്കിപ്പിടിച്ചു കൊണ്ടുവരാനും മനോരമയ്ക്കുള്ള വിരുത് സാക്ഷാൽ മാത്യു കുഴൽനാടന് പോലുമില്ല. ഇന്നത്തെ മനോരമയിലും മാമൻ മാത്യു അച്ഛൻ പതിവ് കലാവൈഭവം പ്രകടിപ്പിച്ചിട്ടുണ്ട്. PM ശ്രീ പദ്ധതിയെക്കുറിച്ച് മാലോകരെ പഠിപ്പിക്കാൻ അച്ഛൻ പത്രത്തിന്റെ 9-ാം പേജ് ഏതാണ്ട് പൂർണ്ണമായും മാറ്റിവെച്ചിട്ടുണ്ട്. PM ശ്രീ കേരള പാഠ്യപദ്ധതിയിലും വരും ഭാരതീയ വിജ്ഞാന സമ്പ്രദായം, തള്ളിയതെല്ലാം പാഠമാകും എന്ന തലക്കെട്ടിന് താഴെയാണ് മനോരമ പതിവ് കുതന്ത്രം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. PM ശ്രീ പദ്ധതി നടപ്പാക്കുമ്പോൾ NCERT സിലബസ് പിന്തുടർന്നില്ലെങ്കിൽ പോലും കേരളം ഏറെ ശക്തമായി എതിർക്കുന്ന ഭാരതീയ വിജ്ഞാന സമ്പ്രദായം അഥവാ IKS സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടി വരും. നമ്മുടെ പാരമ്പര്യങ്ങളും ആചാരങ്ങളും ഭാരതീയ വിജ്ഞാന സമ്പ്രദായങ്ങളും പാഠ്യപദ്ധതിയുടെ അവിഭാജ്യ ഘടകമായിരിക്കണമെന്ന് PM ശ്രീയിൽ പ്രതിപാദിക്കുന്നുണ്ട്. RSS ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ കേന്ദ്രം നടപ്പാക്കുന്നതാണ് IKS എന്ന വിമർശനം നിലനിൽക്കെയാണ് കേരളത്തിൽ ഇത് പഠിപ്പിക്കാൻ വഴിയൊരുക്കുന്നത് പദ്ധതിക്ക് ഇടത് സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. ഇങ്ങനെ തുടരുന്നു മനോരമയുടെ വാർത്ത. ഇതേ വാർത്തയുടെ സൈഡിലായി ചെറിയൊരു ബോക്സ് വാർത്ത കൂടി മനോരമ കൊടുത്തിട്ടുണ്ട്. അതിൽ കൊടുത്തിരിക്കുന്നത് എന്താണെന്നോ? ഇന്നലത്തെ കേന്ദ്ര സ്കൂൾ വിദ്യാഭ്യാസ സെക്രട്ടറിയുടെ പ്രതികരണം. എന്തായിരുന്നു ആ പ്രതികരണം? ദേശീയ വിദ്യാഭ്യാസ നയം അതേപടി നടപ്പാക്കണമെന്ന് നിർബന്ധമില്ല, പാഠ്യപദ്ധതിയും പുസ്തകങ്ങളും സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാം എന്നതായിരുന്നു അത്. അതായത് മനോരമയ്ക്ക് തന്നെ കാര്യം വ്യക്തമാണ്. പക്ഷേ UDFന് ഒരു ആയുധം കൊടുക്കാൻ വേണ്ടി അതിനെ വികലമായി വ്യാഖ്യാനിച്ച് കാര്യമായി കൊടുത്തിരിക്കുകയാണെന്ന് സാരം. ഇനി മനോരമയുടെ സമാധാനത്തിന് വേണ്ടി ഒരു കാര്യം കൂടെ പറയാം. PM ശ്രീക്ക് മുൻപ് PM ഉഷ അഥവാ പ്രധാനമന്ത്രി ഉച്ചതാർ അഭിയാൻ പദ്ധതിയിൽ 2020 മുതൽ കേരളം ഒപ്പുവെച്ചിരുന്നല്ലോ. അതിലും നിരവധി ചരടുകൾ കേന്ദ്രം പറഞ്ഞിരുന്നു. അതിന്റെ ചുവട് പിടിച്ചാണ് 4 വർഷ ബിരുദ കോഴ്സുകൾ കോളേജുകൾ ആരംഭിച്ചത്. അതിലെ പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു ഇന്ത്യ നോളജ് സിസ്റ്റം കേരളത്തിൽ നടപ്പാക്കണമെന്ന്. അതായത് എന്ത് പഠിപ്പിക്കുമ്പോഴും ആ അറിവ് ഇന്ത്യയിൽ മുമ്പ് ഉണ്ടായിരുന്നു എന്ന് പഠിപ്പിക്കണമെന്നായിരുന്നു. എന്നാൽ കേരളം അത് പൊളിച്ചെഴുതി. പകരം കേരള സിസ്റ്റം ഓഫ് നോളജ് മാത്രമേ നടപ്പിലാക്കൂ എന്ന് വ്യക്തമാക്കി. സിലബസിൽ തൊടാൻ പോലും കഴിഞ്ഞില്ല. അവിടെയാണ് കേരളത്തിന്റെ മറുതന്ത്രം എന്ന് മനോരമ മനസ്സിലാക്കണം. PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കേരളത്തിന് കഴിയുമെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ വാദം തെറ്റാണെന്ന് രേഖകൾ കാണിച്ചൊക്കെയാണ് മനോരമ സമർത്ഥിക്കുന്നത്. പക്ഷേ ഇതേ വാർത്തയ്ക്കൊപ്പം ശിവൻകുട്ടി പറഞ്ഞു നല്ല വെടിപ്പായി മനോരമ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇരു കക്ഷികളും ഒരുമിച്ച് വേണം പിന്മാറാൻ, ഇല്ലെങ്കിൽ കോടതിയിൽ പോകാനുള്ള അവകാശവും കരാറിലുണ്ട്. ഇതാണ് മന്ത്രിയുടേതായി മനോരമ കൊടുത്തത്. കേന്ദ്രം നിർദ്ദേശിക്കുന്ന ഒന്നും പഠിപ്പിക്കില്ലെന്നല്ല സംസ്ഥാനം പറഞ്ഞത്. വർഗീയ ഹിന്ദുത്വ അജണ്ടകളും അന്ധവിശ്വാസവും അനാചാരവും പോലെയുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കില്ല എന്ന് കേരളം പറഞ്ഞത്. പറഞ്ഞത് തന്നെയാണ്. കേരളം പഠിപ്പിക്കില്ലെന്ന് തീരുമാനിച്ചാൽ കേന്ദ്രം ഇവിടെ വന്ന് കുറെ പുസ്തകം അച്ചടിച്ച് ഇവിടുത്തെ സ്കൂളുകളിലെല്ലാം കൊണ്ടുപോയി വിതരണം ചെയ്തിട്ട് അധ്യാപകരോട് പഠിപ്പിക്കാൻ പറയുമോ? എന്താ മനോരമ നിങ്ങൾക്ക്?